എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, വാമിക യൂട്യൂബ് ചാനൽ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മണലും പിന്നെ ഇതൊക്കെ കിട്ടാതെ വരുന്ന സമയത്ത് ഒരു പുതിയ ഐഡിയ കണ്ടുപിടിച്ചതാണ്. ഈ ഒരു മതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മനസ്സിലാകും ഇതിന്റെ ഫിനിഷിംഗ് എങ്ങനെയാണെന്ന്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ തൃപ്തനാണ് ഇതിൽ. അതായത് നല്ല ഫിനിഷിംഗ്. ഇത്തരത്തിലുള്ള മതിലുകൾക്ക് എത്ര ബലമുണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. സിമെന്റിക്ക് ഒരു ബദലായി ബദലെന്ന് പറഞ്ഞാൽ സിമെന്റിക്ക് മേലെ പ്രകൃതിക്ക് അനുഗുണമായ രീതിയിലാണ് ഈ ഒരു പുതിയ സിസ്റ്റം. ഇതിന് പറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പെയിന്റിങ് ചെലവ് കുറവാണ്. പിന്നെ വെള്ളത്തിന്റെ ക്ഷാമം അതും ഇല്ല. ഇതിന് ക്യൂരിങ്ങിന്റെ ആവശ്യമില്ല. ജിപ്സം ഭയങ്കര ഫിനിഷിംഗ്. AC-യുടെ ഉപയോഗം വളരെ കുറവായിരിക്കും എന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാം. ഇതിന് തൊടുമ്പോഴും നല്ല തണുപ്പായിട്ട് ഒരു ഫീലാണ്. കേവലം വാക്കാൽ മാത്രമല്ല എഴുതി ഉറപ്പ് തരുന്നു. അതാണ് ജിപ്സം പ്ലാസ്റ്ററിംഗിന്റെ പ്രത്യേകത. ലൈഫ് ടൈം വാറന്റി കൊടുക്കും. ശരി, എത്ര ലൈഫ് നിങ്ങളെ വീടുക്കുണ്ടോ അത്ര വാറന്റി ഞാൻ കൊടുക്കും. നമുക്ക് അടുത്ത പണിയിലേക്ക് ഈസിയാണ്. ഫുൾ ക്ലിയർ. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, വാമിക യൂട്യൂബ് ചാനൽ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് മഞ്ചേശ്വരത്തുള്ള ഭാഷകളുടെ കലകളുടെ സംഗമഭൂമിയായ മച്ചമ്പാടിയിലാണ്. സോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ലോകോത്തര നിലവാരമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ മുൻപ് ഈ വീഡിയോയിൽ കണ്ടിരിക്കാം. ജിപ്സം പ്ലാസ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം. പക്ഷെ ഇന്ന് ഒരുപാട് വില കൂടുന്ന കാലഘട്ടം. ഇത് മണലിനായിക്കോട്ടെ, സിമെന്റിനായിക്കോട്ടെ, സിമെന്റ് മണൽ രഹിതമായി നമുക്ക് വീടുകളെ എങ്ങനെ മോടി പിടിപ്പിക്കാം, എങ്ങനെ പ്ലാസ്റ്ററിംഗ് ചെയ്യാം എന്ന് നിങ്ങൾ കാണുന്ന വീഡിയോ ആണ്. സോ തീർച്ചയായിട്ടും ആ ജിപ്സം പ്ലാസ്റ്ററിംഗിന്റെ പ്രത്യേകതകൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു സൈറ്റിലാണുള്ളത്. അപ്പൊ മഞ്ചപ്പാടിയിൽ പുതിയതായി 2 നില കെട്ടിടം നിർമ്മിക്കുന്നു. ആ കെട്ടിടത്തിന് പൂർണ്ണമായിട്ടും ഈ രീതിയിലുള്ള ആധുനിക ഒരു പ്ലാസ്റ്ററിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ജിപ്സമിന്റെ. സോ ഈ ഒരു മതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മനസ്സിലാകും ഇതിന്റെ ഫിനിഷിംഗ് എങ്ങനെയാണെന്ന്. കാരണം നമ്മൾ സാധാരണ സിമെന്റ്, പൊഴി, മണൽ ഉപയോഗിച്ച് നടത്തുന്ന ഫിനിഷിങ്ങിനെക്കാളും ഡബിൾ ഇരട്ട്, അതിനുശേഷം പൊട്ടിയ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇങ്ങനെല്ലാം ചെയ്യുന്ന കാലഘട്ടത്തിൽ പക്ഷെ ഈ ഒരു ഫിനിഷിംഗ് കിട്ടണമെങ്കിൽ ഒരുപക്ഷെ അതിൽ കിട്ടണം എന്ന് ഉറപ്പില്ല. കാരണം അത്രയും മിനുസമുള്ള നിലം തൊട്ടുള്ള നമ്മൾ മാർബിളിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിലം എങ്ങനെയുണ്ട്, അത്രയും ക്ലിസ്റ്റർ ആയിട്ടുള്ള നല്ലൊരു മിനുസമുള്ള മതിലാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മതിലുകൾക്ക് എത്ര ബലമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. തീർച്ചയായിട്ടും ആ എല്ലാ സംശയ നിവാരണത്തിനും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഇതില് ആണി അടിച്ചാലോ അല്ലെങ്കിൽ ഹാമർ കൊണ്ട് അടിച്ചാലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ പ്രകൃതിക്ക് അനുഗുണമായ രീതിയിലാണ് ഈ ഒരു പുതിയ സിസ്റ്റം. കാരണം സാധാരണ നമ്മൾ കോൺക്രീറ്റ് വീടുകൾ ചൂട് കാലഘട്ടം, മാർച്ച് ഏപ്രിൽ മാസത്തൊക്കെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്. പക്ഷെ ആ കാലഘട്ടത്തിലും നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിൽ ആയിരിക്കും നിങ്ങൾ ഉറങ്ങുന്നത്. കാരണം ഈ ഒരു പുതിയ സിസ്റ്റമോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന ഈ ഒരു സിസ്റ്റം നിങ്ങൾ വീട്ടിൽ ഒരുപക്ഷെ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും AC-യുടെ ഉപയോഗം വളരെ കുറവായിരിക്കും എന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം അത്രയും തണുപ്പുള്ള അകത്തായിരിക്കും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ജിപ്സം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന് അനിവാര്യമായി മാറുകയാണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ പറ്റിയുള്ള അറിയിപ്പാണ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകളാണ് നിങ്ങളുമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള അമ്പലമായ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലമായ മധൂർ മരുതനന്തേശ്വര ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനർനിർമ്മാണ പ്രക്രിയകൾ നടക്കുകയാണ്. അവിടെയും ആ ക്ഷേത്രത്തിലും നമ്മൾ ചുമരുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തന്നെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ്. സോ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ ഗ്യാരണ്ടി എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കേവലം ക്ഷേത്രത്തിൽ മാത്രമല്ല, ഒരുപാട് ഓഡിറ്റോറിയങ്ങളായിക്കോട്ടെ, ഒരുപാട് 2 നില കെട്ടിടങ്ങളായിക്കോട്ടെ ഇതിനകം പ്ലാസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട്. അങ്ങനെ ഏറ്റവും വിശ്വാസാർഹമായ ഒരു ആധുനിക തന്ത്രജ്ഞാനം അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണൽ രഹിതമായി, സിമെന്റ് രഹിതമായി നമ്മുടെ വീടിന്റെ ചുമരുകൾക്ക് പ്ലാസ്റ്ററിംഗ് ചെയ്യണമെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ചു നോക്കുക. കാരണം ഒരുപാട് എഞ്ചിനീയേഴ്സ് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. മഴ വന്നാൽ നനയുകയോ മഴക്കനുസരിച്ച് അല്ലെങ്കിൽ അതിനുള്ള കേടുപാടുകൾ ഉണ്ടാവുകയോ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന കമ്പനി കേവലം വാക്കാൽ മാത്രമല്ല എഴുതി ഉറപ്പ് തരുന്നു. അതാണ് ജിപ്സം പ്ലാസ്റ്ററിംഗിന്റെ പ്രത്യേകത. മഞ്ചേശ്വരം മഞ്ചപ്പാടിയിൽ പുതിയതായി നിർമ്മിക്കുന്ന വീടിന്റെ നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിംഗിന്റെ ഉപയോഗത്തെ പറ്റി നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
ഈ വീടിന്റെ നിർമ്മാണ പ്രക്രിയ വേളയിൽ അല്ലെങ്കിൽ ഈ വീടിന്റെ നെടുന്തൂണായ ഈ വീടിന്റെ ഉടമസ്ഥൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. സാധാരണ ഉടമസ്ഥൻ എന്ന് പറയാറായിട്ടില്ല, കാരണം പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഖലീൽ ഭായ്. സ്വാഗതം ഖലീൽ ഭായ്. സോ വാമിക യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖലീൽ ഭായ്, നമുക്ക് ആധുനിക ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഒരു പുതിയ വീട് നിർമ്മിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അത് ഓരോരുത്തരുടെ സ്വപ്നം കൂടിയാണ്. തീർച്ചയായിട്ടും സ്വപ്നമാണ് നല്ലൊരു വീട്, ഏറ്റവും ചെറിയ ചെലവില് ചുരുക്ക കാശ് ചെലവാക്കിക്കൊണ്ട് നല്ല ഒരു സൗകര്യമുള്ള വീട് നിർമ്മിക്കുക. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വെല്ലുവിളിയാണ് മണലും സിമെന്റും. മണൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്, ഒപ്പം സിമെന്റിന്റെ വില. ഈ മണലും സിമെന്റും രഹിതമായി നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യാമെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോഴായിരിക്കാം പക്ഷേ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ കാര്യം അറിയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സംഭവം അറിയുന്നത്? അല്ല, ഇതിപ്പോ നിങ്ങൾക്ക് ഈ ബ്ലോഗർമാർ ഇവരൊക്കെ ഉണ്ടല്ലോ, ഈ സംഭവത്തെ ഇങ്ങനെ വീഡിയോ ചെയ്ത് ചെറുതായി കാണിച്ചിരുന്നു. അതായത് ചെലവ് ചുരുക്കത്തിലുള്ള വീട്. ആക്ച്വലി ഇത് ചെലവ് ചുരുക്കല്ല, ഇതൊരു നല്ല ഒരു ഇതാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞു ഈ മണലും പിന്നെ ഇതൊക്കെ കിട്ടാതെ വരുന്ന സമയത്ത് ഒരു പുതിയ ഒരു ഐഡിയ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ സക്സസ് ആണ്. നമുക്കിപ്പോ ഇന്ത്യയിൽ പല സ്ഥലത്ത് തുടങ്ങി, ഇപ്പൊ കേരളത്തിൽ, ഗോവയിൽ, പിന്നെ കർണാടകയിൽ. പക്ഷെ ഗ്രാമീണ മേഖലയിൽ ഇതിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാല് ചെറിയ ചെലവിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ചെറിയ ചെലവല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഏകദേശം നമ്മളിപ്പോ സിമെന്റും പിന്നെ മണൽ കൊണ്ടുണ്ടാക്കുന്ന ഏകദേശം അതേ ചെലവ്, ബട്ട് അതിനേക്കാൾ ക്വാളിറ്റിയാണ് ഇതിൽ കൂടുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം പിന്നെ എനിക്കിതിനെ റെക്കമെൻഡ് ചെയ്തത് എൻ്റെ എഞ്ചിനീയറാണ്, മുസ്തഫ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എൻ്റെ എല്ലാ കാര്യത്തിലും ഒന്നിച്ചു നിൽക്കും, എന്നെ ഫോളോ അപ്പ് നല്ലോണം ചെയ്യും. എന്ത് ഞാൻ ഇത് ചെയ്യുമ്പോൾ അയാൾ ആദ്യം വന്ന് കഴിഞ്ഞാൽ നോക്കും അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാര്യം ഞാൻ അയാളെ ഡിസ്കസ് ചെയ്തു. ഞാൻ ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് അറിഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഞാനത് ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്നെ പല സൈറ്റിലേക്ക് അയച്ചു. നീ പോയിട്ട് അയാൾ ചെയ്ത ചില ഇത് കോൺട്രാക്ടറുകളൊക്കെ നോക്കുന്ന അറിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പോയി കണ്ടു. എന്നിട്ട് എനിക്ക് തൃപ്തിയാണ്. ഞാൻ പിന്നെ വലിയ പണി നടന്ന വീട് പോയിട്ട് അയാളെ മംഗലാപുരത്ത് അയാൾ ചെയ്ത് വലിയ പണി നടത്തിയ ഒരു വീടുണ്ടായിരുന്നു. അതും പോയി ഞാൻ സന്തോഷിച്ചു. അത് കണ്ട് ഞാൻ തൃപ്തനായി. ഞാൻ പറഞ്ഞു നിങ്ങൾ പണി തുടങ്ങിക്കോളുന്നു. അപ്പൊ അതിന്റെ ശേഷം പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ തൃപ്തനാണ് ഇതിൽ. അതായത് നല്ല ഫിനിഷിങ്, പിന്നെ എനിക്കിതിൽ ഇനിയുള്ള ചെലവ് എനിക്കിതിൽ കുറവാണ്. അതായത് എനിക്ക് ഇതിൽ പറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, പെയിന്റിങ് ചെലവ് കുറവാണ്, പിന്നെ വെള്ളത്തിന്റെ ക്ഷാമം അതും ഇല്ല, ഇതിൽ ക്യൂരിങ്ങിന്റെ ആവശ്യമില്ല. ഇത് മറ്റേ ഒട്ടിച്ച പോലെ തന്നെ ഇതൊരു ടൈൽസ് മാത്രമാണ് ഇത് നിൽക്കുന്നത്. ഏകദേശം ടൈൽസിന്റെ ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് ടൈൽസ് ഇങ്ങനെ തൊടുന്നുണ്ട്, ആ രീതിയിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, സാധാരണക്കാർ ഇതിന് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികൾ കുറയുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ. ഒരാളെ വിളിച്ച് പറഞ്ഞു. പക്ഷെ ഇത് നമുക്കിപ്പോ ഈ സാറിനെ തേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മണൽക്കാരെ കാല് പിടിക്കണം, പണിക്കാരെ കാല് പിടിക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ ഇതിനൊക്കെ പുറത്തേക്ക് തേപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് അനുഭവിച്ചതാണ്. അപ്പൊ ഇതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ചെയ്തോളൂ. എന്നിട്ട് ഞാൻ ഇവിടെ വേറെ രാഷ്ട്രീയം ഇങ്ങനെ ഓർക്കിൽ പുറത്ത് പോയിട്ട് വന്നിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എന്റെ വീടൊക്കെ ഫിനിഷ് ആയിട്ട് കാണും. തീർച്ചയായും ഞാൻ തൃപ്തനാണ് ഈ കാര്യത്തിൽ. ഞാൻ അതാ ചോദിക്കാൻ വന്നത്. കാരണം ഒരാൾക്ക് തൊഴിൽ എളുപ്പിച്ച ഇപ്പൊ പ്ലാസ്റ്ററിങ്ങിന്റെ വിഭാഗം അല്ലെങ്കിൽ ഈ വീടിന് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ പറഞ്ഞ സമയത്ത് അവര് ചെയ്യില്ല, ഒരുപാട് നമ്മളെ കളിപ്പിക്കും. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ഈ ഒരു സംഭവം. ഇപ്പൊ നമ്മൾ വാമിക ഗ്രൂപ്പാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വാമിക എന്ന സ്ഥാപനത്തിന്റെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? നല്ല ഇതാണ്. ഞാൻ ഇങ്ങോട്ട് വരും. ഇതാണ് ഇതിന്റെ ഈ പണിയെടുത്ത കോൺട്രാക്ടർ. ഇയാള് വസന്ത് നല്ല ഒരു ടാലന്റഡ് ആണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ വാക്കിലാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയത്. എന്തെന്ന് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു തരും, നിങ്ങൾ ചെലവ് ചുരുങ്ങി നിറഞ്ഞ് പിന്നെ നോക്കണ്ട. ചെലവ് ചുരുങ്ങിയതല്ല, എനിക്ക് സ്ക്വയർ ഫീറ്റ് ഒക്കെ കണക്കൂട്ടി ഏകദേശം 4 ലക്ഷം ആയിട്ട് പറഞ്ഞു ഇത്ര വരും നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ 3000 സ്ക്വയർ ഫീറ്റ് എബോള്ള വീടാണ്. അപ്പൊ ഇവരുടെ റണ്ണിങ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുമ്പോൾ 8,000 മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ റേറ്റിൽ വരുന്നുണ്ട്. എന്നിട്ടും ഞാൻ കണക്കാക്കി നോക്കുമ്പോൾ കിട്ടില്ല. മറ്റതിനേക്കാളും എനിക്കിത് ഈസിയായി, കാരണം എനിക്ക് ഒരു പണിയില്ല. അല്ലെങ്കിൽ അതിന്റെ തൂക്കം ശരിയുണ്ടോ മറ്റു ശരിയുണ്ടോ എല്ലാം നോക്കണം. ഇവരെന്തറിയോ, ഇവരാദ്യം ഇതിന് പോയിന്റ് വെക്കും, എന്നിട്ട് മറ്റൊടുത്ത് അതിന്റെ പോയിന്റ് വെക്കും. അപ്പൊ കറക്റ്റ് ലെവൽ വരും. എന്നിട്ട് അതിൽ കറക്റ്റായിട്ട് ചിലർക്ക് ഇവർക്ക് മെറ്റീരിയൽ കൂടുതൽ പോകും, ചിലർക്ക് ഇവർക്ക് ലെവൽ വരും. അതെന്തുകൊണ്ട് നമ്മളെ കല്ല് കെട്ടിന്റെ പ്രശ്നം കൊണ്ട്. പക്ഷെ അതിന്റെ ശേഷം വരുന്ന ഈ പണി ഉണ്ടല്ലോ, നമുക്ക് അടുത്ത പണിയിലേക്ക് ഈസിയാണ്, ഫുൾ ക്ലിയർ. സോ പ്രേക്ഷകരെ, സാധാരണ നമ്മൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത് പോലെ തോന്നും. പക്ഷെ ഈ പബ്ലിസിറ്റിയോടൊപ്പം ഒരു അനുഭവസ്ഥൻ അദ്ദേഹത്തിന്റെ അനുഭവ വാക്ക് പറയുമ്പോഴാണ് കൂടുതലും തന്നെ അർത്ഥവത്താക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ആ വിവരങ്ങൾ ഇനിയും നിങ്ങൾ കാണാം. സോ ഖലീൽ ഭായ്, ഒരുപാട് നന്ദി ഈ സംസാരിച്ചതിന്. താങ്ക് യു വെരി മച്ച്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇനിയൊരു സൈറ്റിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ തുളുനാടിന്റെ മറ്റൊരു പ്രദേശമായ പൈവള്ളിക്കയുടെ ബോളങ്കള എന്ന പ്രദേശത്ത് പുതിയതായി നിർമ്മിക്കുന്ന ഒരു മനോഹരമായ വീടിന്റെ സൈറ്റിലാണ്. ഇവിടെയും ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലും
ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിപ്സന്റെ പരിചയപ്പെടുത്തൽ ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. സോ ഇതെല്ലാം കാരണം ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു സൈറ്റിന്റെ എഞ്ചിനീയറായ ശ്രീ യോഗീഷ് അദ്ദേഹമാണ്. ജ്യേഷ്ഠ ആർക്കിടെക്ട് ആൻഡ് എഞ്ചിനീയറായ യോഗീഷ് ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം യോഗീഷ് സർ. സോ തീർച്ചയായിട്ടും തുളുനാടിന്റെ മണ്ണാണ്, ഗ്രാമീണ പ്രദേശമാണ്. കോളങ്ങള എന്ന പ്രദേശത്ത് പുതിയതായി നിർമ്മിക്കുന്ന ഒരു വീടിന്റെ ചുമതല താങ്കൾക്കാണ്. സോ ഈ കാലഘട്ടത്തിൽ പറയുന്നത് പോലെ തന്നെ കൊയ്യ അഥവാ മണൽ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്, സിമെന്റിന്റെ വില ഭയങ്കരമാണ്, അതുപോലെ തന്നെ ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലാണ് ഈ ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന ഒരു പുതിയ സംരംഭം നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സിമെന്റിക്ക് ഒരു ബദലായി. ബദൽ എന്ന് പറഞ്ഞാൽ സിമെന്റിക്ക് മേലെ ഒരു സിമെന്റിക്ക് അതിലേക്ക് കൊയ്യ മിക്സ് ആക്കണം. പിന്നെ അതിൻ്റെ ആയ ഒരു ലേബർ അവരിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ചെറിയ നമ്മളെ കൊയ്യന്റെ ഭയങ്കര പ്രശ്നം. കൊയ്യ വന്നാൽ ഒരു പക്ഷേ ഇതിലേക്ക് വന്നാൽ അതിൽ കുറേ വേസ്റ്റ്, അതെല്ലാം നമുക്ക് ഭയങ്കര വേസ്റ്റ്. ഒരു എഞ്ചിനീയർ ആയിട്ട് കൊണ്ട് നമുക്ക് എത്ര കോസ്റ്റ് കുറക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കാം. അതിന്റെ ബദലായിട്ട് യൂസ് ആക്കിയത് ജിപ്സം എന്ന് പറയുമ്പോൾ ഭയങ്കര ഫിനിഷിങ് വർക്കാണ്. ഞാൻ ഇതിന്റെ വർക്കിൽ നമ്മൾ ഓണറിനെ ഇതാക്കുമ്പോൾ അവർ പറഞ്ഞ് എഞ്ചിനീയറെ നിങ്ങളെ എന്ത് മാതിരി ചെയ്യും, നിങ്ങളെ എന്ത് തിങ്കിങ് ആക്കുന്നത് നമുക്ക് നിങ്ങളുടെ മുകളിൽ ഒരു വിശ്വാസം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പറ്റി ഇതിൻ്റെ സോഷ്യൽ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത് ഈ ഒമിക്ക ഗ്രൂപ്പിൻ്റെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ഭയങ്കര നല്ലതായിട്ട് ഒരു നമുക്ക് ഏതോ ഒരു തലച്ചൂടില്ലാത്ത അവർ കൃത്യമായ പറഞ്ഞ ഡേറ്റിക്ക് വന്നിട്ട് പറഞ്ഞ ടൈമിലേക്ക് പണിച്ച് ഫിനിഷ് ആക്കിയിട്ട് കൊടുക്കും. സോ ജിപ്സം പ്ലാസ്റ്ററിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ അറിഞ്ഞിടത്തോളം വീടിനകം വളരെ തണുപ്പായിരിക്കും. ഏത് കാലാവസ്ഥയിലും, ഏപ്രിൽ മെയ് മാസം അഥവാ നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ഏറ്റവും നല്ല തണുപ്പുള്ള അകമായിരിക്കും എന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പൊ നമുക്ക് ഇപ്പോഴേ ഫീൽ ആയിക്കൊണ്ടുണ്ട്. ഇപ്പൊ ഈ ചൂടിൽ ഇതിൽ ഭയങ്കര ഇതില്ല, ഭയങ്കര തണുപ്പായിട്ട് ഫീൽ ആണ്. ഇപ്പൊ ഇതിന് തൊടുമ്പോഴും അങ്ങനെ നല്ല തണുപ്പായിട്ട് ഒരു ഫീൽ ആണ്. അതല്ല അതുപോലെ നല്ല ഫിനിഷിങ്, ഒന്നാമത്തെ ഫിനിഷിങ്, അത്ര ഫിനിഷിങ് കുട്ടില് പോലും ഈ ഫിനിഷിങ് കൊടുക്കാൻ അവർക്ക് കഴിയില്ല. തീർച്ചയായിട്ടും അത്ര ഫിനിഷിങ് ഒരു വെണ്ണക്കല്ലിൽ തീർത്ത പോലുള്ള ഒരു ചുമരുകളാണ്. ഇതിന് തർക്കമില്ല. ഇതിലൊരു പെയിന്റിന്റെ ആവശ്യവും ഇല്ല. പെയിന്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇതിലേക്കൊന്നും ഇനിയും വൈറ്റ് സിമെന്റ് വേണ്ട, ക്യൂറിങ് ആവശ്യമില്ല, ഇപ്പൊ പുട്ടിങ് ആവശ്യമില്ല. അത്ര കോസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും. അത്രയും കോസ്റ്റ്ലി, അത്രയും ദിവസം ലാഭം കിട്ടും. എല്ലാം കൊണ്ട് ഇതിൽ നല്ല ഒരു പ്രൊഡക്റ്റ് എന്ന് താങ്കൾ പറയുന്നില്ലേ? നല്ല ഒരു പ്രൊഡക്റ്റ്. സോ ഇതൊരു വീടാണ് കോളങ്കലിൽ. ഇതിനേക്കാൾ ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും സൈറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ 2-3 സൈറ്റിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ബായാറിലൊന്ന് ചെയ്തു, ഇപ്പാറിലൊന്ന് ചെയ്തു. 2-3 ചില സൈറ്റിൽ ഈ മാതിരി തന്നെ ഇനി പോവാ നെക്സ്റ്റ് വരുന്ന സൈറ്റിൽ ഇപ്പൊ ഇതേ ചെയ്യണം. ഞാൻ 3 സൈറ്റിൽ കൺസ്ട്രക്ഷൻ സ്റ്റേജിലുണ്ട്. അതെല്ലാം ഈ ജിപ്സം ഈ പ്ലാസ്റ്ററിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് താല്പര്യം. അതിലേക്ക് വേണ്ടി ഞാൻ ഓണറിൽ ഒന്ന് സംസാരിക്കുന്നത് ചില തെറ്റുധാരണയാണ്. ഈ ജിപ്സം പ്ലാസ്റ്ററിങ് പൊട്ടിപ്പോവും, കുറച്ച് ദിവസത്തിൽ ഇത് കേടാവും പറഞ്ഞിട്ട് തെറ്റുധാരണയാണ്. അപ്പൊ ചില മേശന്മാരിൽ ചോദിക്കുമ്പോ എഞ്ചിനീയറിന് ഫസ്റ്റ് കവറാണ് മേശന്മാർ, വീട്ടിൽ നാട്ടുകാർക്ക് മേശന് പറഞ്ഞാൽ മതി. അപ്പൊ അവർ ചോദിക്കുമ്പോ അത് നല്ലില്ല, അത് കൊല്ലയില്ല എന്ന് പറഞ്ഞാൽ അവർ അതിനെ ഈ തെറ്റുധാരണ എല്ലാം പോകും. ഇത് നല്ല ഒരു ഇപ്പൊ എംസന്റെ പേരുമ്പോഴും ആ മാത്രം ഒരു തെറ്റുധാരണ. ഇപ്പൊ ഈ പ്ലാസ്റ്ററിംഗിൽ നമുക്ക് അവർക്ക് എത്ര കോസ്റ്റ് കുറഞ്ഞു, അത്ര ഫിനിഷിംഗ് വേണം. അതിനൊന്നും നമുക്ക് അവർ ആലോചിക്കും. സിമെന്റിംഗ് എന്ന് പറയാം. ഇപ്പൊ സിമെന്റിന്റെ ഒരു പ്ലാസ്റ്ററിംഗ് ആയ പോലും ഒരു മുല അടിച്ചങ്ങായിട്ട് കീരിപ്പോവാൻ ഇത് ഇലകിപ്പോ ക്രാക്ക് വരും. ഒരു ചുറ്റി കൊണ്ട് അടിച്ചാൽ അവിടെ ക്രാക്ക് വരും. ഇത് അതൊന്നുമില്ല, ഒരു ഇന്റൻഷൻ മാത്രമേ. അത്ര ഫിനിഷിംഗ് സാധനമാണ്. അത്രയും ഗ്യാരണ്ടി. ഒരു ആണി അടിച്ചാൽ കേവലം ഒരു റബ്ബറിൽ ആണി അടിക്കുമ്പോൾ ആ മാതിരി അത് അത്ര ഫിനിഷിംഗ്. പിന്നെ ലൈഫ് ടൈം വാറന്റി കൊടുക്കും. ഈ വസന്ത് കുലാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒമിക്ക ഗ്രൂപ്പിന്റെ ഓണറാണ്. ഇയാൾ എനിക്ക് എന്ത് പറഞ്ഞാൽ ഇത് ലൈഫ് ടൈം വാറന്റി കൊടുക്കും. എത്ര ലൈഫ് നിങ്ങളെ വീട് കൊണ്ട് അത്ര വാറന്റി ഞാൻ കൊടുക്കാം. എല്ലാം കേട് പറ്റിയെങ്കിൽ അതിൽ അടനെ ഞാൻ ഫിനിഷിംഗ് ആക്കി കൊടുക്കും. അതെന്റെ ചുമതല. അത്രത്തോളം ധൈര്യം നമുക്ക് ഒമിക്ക ഗ്രൂപ്പ്. തീർച്ചയായിട്ടും ഒരു വീടിന്റെ ഗൃഹനാഥന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നല്ലൊരു വീട്, കേടുപാടില്ലാത്ത നല്ലൊരു വീട്. ആ ഒരു വിശ്വാസത്തിലാണ് ഏറ്റവും വിശ്വസ്തനായ ഒരു എഞ്ചിനീയറെ ഏൽപ്പിക്കുന്നത്. ആ എഞ്ചിനീയർക്ക് ഇതെല്ലാം ആലോചിച്ച് വേണം ഓരോ പണികളും ചെയ്യാൻ, അല്ലെ? അപ്പൊ ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ
ഒരുപക്ഷെ ഈ ഒരു സംഭവം ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്താൽ കുട്ടികൾക്ക് ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കെമിക്കൽസ് ആണോ ഇത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയെല്ലാം ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അതിനെപ്പറ്റി നമ്മൾ എന്താ പറയുക? ഈ ജിപ്സം എന്ന് പറഞ്ഞാൽ ജിപ്സം റോക്കിന്റെ ഒരു ഫൈൻ ആയിട്ട് പൗഡർ. ജിപ്സം റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ചെടി മണ്ണ് മാത്രമേ ഒരു ജിപ്സം റോക്ക് എന്നുണ്ടാവും. അതിന്റെ ഫൈൻ ആയിട്ട് പൗഡറാണ്. അത് ശരിയ ഈ സിമെന്റിക്ക് നോക്കിയെങ്കിൽ ഇത് ഭയങ്കര കുറവുള്ള ഒരു നമുക്ക് ഇതാവാം. ഓക്കെ, സിമെന്റുമായിട്ട് കെമിക്കലായിട്ട് താരതമ്യം ചെയ്താൽ സിമെന്റിൽ വിടുന്ന കെമിക്കൽ ഉപയോഗിക്കുന്ന കെമിക്കൽ വളരെ വളരെ വ്യത്യാസമാണ്. ഇതിൽ കുട്ടികൾക്ക് ഒരു വരില്ല പറഞ്ഞെങ്കിൽ ഒരു ചെറിയ ഒരു ധൂൾ വരും. അതൊക്കെ ഒരു പ്രൈമർ അടിച്ചെങ്കിൽ അത് പോകും. പിന്നെ എല്ലാം വെറുതെ ഇങ്ങനെ ഇതുവാക്കിയെങ്കിൽ ഒന്നും ആവില്ല, അതൊന്നും ആവില്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ പ്രിയമുള്ളവരെ കേട്ടില്ലേ? അപ്പോ ഈ ഗ്രാമീണ പ്രദേശത്തും നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ പ്രചാരം എത്തിക്കഴിഞ്ഞിരിക്കുന്ന അതിന്റെ ഉപയോഗവും പ്രത്യേകതയും എല്ലാം മനസ്സിലാക്കി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാണരുത്. ഇതാണ് വാസ്തവം. ഇത് പ്രൊമോഷൻ അല്ല, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. എല്ലാവർക്കും ഉള്ള ഉപയോഗപ്രദമായ ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് നൽകുന്നത്. സോ താങ്ക് യു വെരി മച്ച് യോഗി സർ. താങ്ക് യു. പ്രേക്ഷകരെ, പൈവളിക്ക ബോളങ്ങളിൽ നിർമ്മിതമാകുന്ന പുതിയ വീടിന്റെ പ്ലാസ്റ്ററിംഗ്, അതായത് ജിപ്സൺ പ്ലാസ്റ്ററിംഗിന്റെ വിഭാഗത്തിൽ നമ്മുടെ എഞ്ചിനീയർ യോഗേഷ് ആണ് ഇതുവരെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ഈ ഒരു വിഭാഗത്തിലുള്ള നല്ല കാഴ്ചപ്പാടുമാണ് നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചത്. അതോടൊപ്പം നമ്മുടെ വാമിക ഗ്രൂപ്പിന്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ മെയിൻ ഡീലർ അദ്ദേഹമാണ്, അസിസ്റ്റന്റ് ഡീലറും ഞങ്ങളോടൊപ്പം ഉണ്ട്, ശ്രീ വസന്ത് കുലാൽ, ഒപ്പം ശ്രീ ജയരാജ്. അവർകളെ ഞാൻ പരിചയപ്പെടാം. സോ ഈ ഒരു ചാനലിലൂടെ ഒരുപക്ഷെ ഇദ്ദേഹം നിങ്ങളുടെ മുന്നിൽ ഇതിനേക്കാൾ മുന്നേ സംസാരിച്ചിരിക്കാം. സോ ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനേക്കാൾ മുമ്പ് നിങ്ങൾ കണ്ടിരിക്കാം. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഒരുപാട് പ്രചാരമായ ഒരു സംഭവമാണ് ഈ ജിപ്സം പ്ലാസ്റ്ററിങ്. സോ ഇവിടെ തുളുനാട് മാത്രമല്ല, അങ്ങ് കർണാടക, ഉത്തര കർണാടക വരെ എത്തി നമ്മുടെ വസന്ത് അണ്ണൻ. സോ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? നല്ല ഖുഷിയായിക്കൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തത്. ഞാനിപ്പോൾ മഞ്ചേശ്വരത്തിൽ സ്റ്റാർട്ടിങ് ചെയ്തത്, കാസർഗോഡ് ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ മംഗലപുരം, പിന്നെ ഉടുപ്പി, കർണാടകത്തിൽ പോലും നമുക്ക് എല്ലാ സൈറ്റും നമ്മൾ ആയിക്കൊണ്ട് മാക്സിമം കർണാടകത്തിൽ 3-4 സൈറ്റ് ഇപ്പോൾ കണ്ടിന്യൂ ആയിക്കൊണ്ട് ഇപ്പോൾ കർണാടകത്തിലേക്ക് ചെയ്തുകൊണ്ട്. തീർച്ചയായിട്ടും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിപ്സം പ്ലാസ്റ്ററിനെ പറ്റി ഒരു വീടിൽ നിന്നും മറ്റു വീട് അടുത്ത നാട്ടിലേക്കുള്ള പ്രചാരം നേടണമെങ്കിൽ ഇതിന് പിന്നിൽ ഒരു പക്ഷേ എഞ്ചിനീയർ, ഇപ്പോൾ ആധുനിക വീടുകളൊക്കെ എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സോ എഞ്ചിനീയർസിന്റെ സപ്പോർട്ട് ഇങ്ങനെയാണ്. എഞ്ചിനീയറുടെ സപ്പോർട്ട് നല്ല സപ്പോർട്ട് ഉണ്ട്. എഞ്ചിനീയറായ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇക്ബാൽ സാറുണ്ട്, അതേപോലെ മുസ്തഫ സാറ്, അതേപോലെ മധുസൂദൻ സാറ്, കുറേ എഞ്ചിനീയർമാർ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അവരുടെ സപ്പോർട്ടുണ്ട്. അവരെ സപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, നല്ല ഏർലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. സോ പ്രേക്ഷകരെ, നിങ്ങൾക്കും ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ സ്ക്രോളിംഗ് ആയിട്ട് നമ്മുടെ വസന്ത് സാറിന്റെയും അതോടൊപ്പം ശ്രീ ജയരാജ് സാറിന്റെയും നമ്പർ കാണാം. ഒപ്പം യോഗേഷ് സാറിന്റെയും നമ്പറുണ്ട്. സോ വീട് പണിയുമ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ യോഗേഷ് സാറുമായിട്ട് ബന്ധപ്പെടാം. ഒപ്പം നമ്മുടെ വാമിക ഗ്രൂപ്പ്സിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇനിയും വരാം. സോ കണ്ടുകൊണ്ടിരിക്കാം. ആരൊക്കെ ഈ നമ്മുടെ ചാനൽ വാമിക ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് ചെയ്യുക. ഒപ്പം പബ്ലിക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സോ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.